ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കി. നമ്മുടെ പ്രോസസ്സറിനുള്ളിൽ ഒരൊറ്റ ബസ്സേ ഉള്ളൂ ടു ട്രാൻസ്ഫർ ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓൾ അല്ലേ. സോ ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും, ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഓരോ സൈക്കിളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ കൺട്രോൾ സീക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? ഒരു ഇൻസ്ട്രക്ഷൻ തരുവാണെങ്കിൽ നമ്മൾ PC ഔട്ട് ചെയ്യുക, IR സ്റ്റോർ ചെയ്യുക, ഡേറ്റ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, ഒരു ഇൻസ്ട്രക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രോൾ സീക്വൻസസ്. ഓക്കെ, സോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളുടെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് മൾട്ടിപ്പിൾ ബസ്സസ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. സോ അവിടെ ഫിഗർ മസ്റ്റാണ്. സോ നമുക്കൊരു സിംഗിൾ ബസ്സിൻ്റെ സ്ഥാനത്ത് വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ബസ്സസ്. ഇവിടെ നമ്മൾ 3 ബസ്സസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ബസ് എ, ബസ് ബി ആൻഡ് ബസ് സി. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി രണ്ട് A, B എന്നുള്ള ഓപ്പറാൻസ് നമ്മൾ ഈ വർക്ക് ഔട്ട് ചെയ്യത്തില്ലേ, അതേപോലെ നമുക്ക് 2 ബസ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് ബസ് എ, ദിസ് ഈസ് ബസ് ബി. ഓക്കെ, സോ 2 ബസ്സസ് ഉണ്ട്. സോ അതൊരു ഡേറ്റാസാണ് നമ്മൾ ഇതുവഴി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക, തിക്ക് ലൈൻസ് കൊടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ തിക്ക് ലൈൻസ് വെച്ചിട്ടായിരിക്കണം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു പാത്ത് വേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഇനി നമ്മുടെ കയ്യിൽ ഒരു തേർഡ് ബസ് ഉണ്ട്, ദാറ്റ് ഈസ് ബസ് സി. സോ ഓർഡറിൽ A, B, C എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്, പ്രോഗ്രാം കൗണ്ടറിൽ നിന്നാണ്. ഓക്കെ, ആ പ്രോഗ്രാം കൗണ്ടറിന് നമുക്കൊരു യൂണിറ്റ് ഉണ്ട്. ആ പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ സാധാരണ മൾട്ടിപ്ലക്സറിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം കൗണ്ടറിൻ്റെ അഡ്രസ്സൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഒരു PC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് ഒരു സർക്യൂട്ടറി ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻക്രിമെൻറ്റർ. ഓക്കെ, സോ ഈ ഇൻക്രിമെൻറ്റർ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാം കൗണ്ടിൻ്റെ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇൻസ്ട്രക്ഷനിൻ്റെ അഡ്രസ് ലൊക്കേഷനിൽ നിന്ന് അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡയറക്റ്റ്ലി അപ്ഡേറ്റ് ദ വാല്യൂ ഇൻ ദിസ് PC. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ PC യിലേക്കുള്ള ഇൻപുട്ട്, അതായത് PC യിലേക്ക് നമ്മളൊരു അഡ്രസ് വാല്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ്, ബസ് C ത്രൂ ആണ്. അപ്പോൾ PC യിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, ബസ് C ആണ്. തെറ്റിപ്പോരുത്. എന്നിട്ട് നമുക്കൊരു അഡ്രസ്സ് കിട്ടുമല്ലോ, ആ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻക്രിമെൻറ്ററിലേക്ക് കൊടുക്കും. സോ വി ആർ സപ്ലൈങ് ദിസ് അഡ്രസ് വാല്യൂ ടു ദിസ് ഇൻക്രിമെൻറ്റർ ബൈ വിച്ച് വി ക്യാൻ അപ്ഡേറ്റ് ദ വാല്യൂ ഇൻ ദിസ് PC യിലെ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻക്രിമെൻറ്റർ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിലേക്ക് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്ത് നമ്മളെ അപ്ഡേറ്റ് ചെയ്ത് തരും. അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു ഇൻ ദിസ് പ്രോഗ്രാം കൗണ്ടർ. ആൻഡ് ഫൈനലി നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് എവിടെ ആയിരിക്കും നമുക്ക് കിട്ടുക, ബസ് ബിയിലായിരിക്കും. സോ നമ്മൾ PC യുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, C ആണ്. PC യുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് ബസ്സിനകത്താണ് നമ്മൾ പാസ് ചെയ്യുന്നത്, പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, ബസ് ബിയിലോട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. തിരിഞ്ഞു പോരുത്, CB. നമുക്ക് PC എന്ന് എഴുതിയിട്ടുണ്ട്. സോ സിയുടെ അതേ ആൽഫബറ്റ് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ബസ് പറയുന്നത്, ദാറ്റ് C എന്നുള്ള ബസ്സാണ് ഇൻപുട്ട്. അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്, നമ്മുടെ റിസൾട്ട്, പ്രോഗ്രാം കൗണ്ടറിൻ്റെ അഡ്രസ് വാല്യൂ നമുക്ക് എടുക്കുന്ന എവിടെ നിന്നായിരിക്കും, ബസ് B ത്രൂ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഇൻറ്റേർണലി നമുക്ക് വർക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് സ്റ്റോറേജ് വേണം. ഫോർ ദാറ്റ് വി ആർ യൂസിങ് ദ രജിസ്റ്റേഴ്സ് ഇൻ ദ CPU. സോ രജിസ്റ്റർ ഫയൽസ് ആണ്. സോ വി ആർ ഹാവിങ് എ കളക്ഷൻ ഓഫ് രജിസ്റ്റേഴ്സ് എന്ന് ഓർക്കുക. ആ രജിസ്റ്റേഴ്സിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ മീൻസ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ രജിസ്റ്റേഴ്സ് ആരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, നമ്മളുടെ ബസ്സസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. സോ വി ആർ ഹാവിങ് ബസ് B ആൻഡ് ബസ് A. സോ ഈ ബസ് ബിയിലോട്ടും ബസ് എയിലോട്ടും ഇൻപുട്സ് കൊടുക്കുന്ന എന്താണ്, നമ്മുടെ രജിസ്റ്റർ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സിനെ ബസ് ബിയിലുണ്ട്, ബസ് എയിലും ഉണ്ട്. അത് എങ്ങനെയോ ആയിക്കോട്ടെ. ഇപ്പോൾ R0 to R7 വരെയുള്ള രജിസ്റ്റേഴ്സിൽ ഏത് വേണമെങ്കിലും വി ആർ ഹാവിങ് എ കളക്ഷൻ, വി ആർ ഹാവിങ് എ ഫയൽ ഓഫ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. അതെല്ലാം എവിടെയാണ് ഉള്ളത്, ബസ് എയുമായിട്ടും ബസ് ബിയുമായിട്ടും കണക്റ്റഡ് ആണ്. നമുക്ക് ഒരേ സമയത്ത് ഇവിടെ നോക്ക് 2 ലൈൻസ് കൊടുത്തേക്കുന്നത് എന്താണ്, ഇതൊരു മൾട്ടിപ്പിൾ ബസ്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് മൾട്ടിപ്പിൾ രജിസ്റ്റേഴ്സിനെ നമുക്ക് സെയിം ടൈമിൽ ഫിൽ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ PC ബസ് ബിയിലോട്ട് രജിസ്റ്റർ വാല്യൂ കൊടുക്കുക, അല്ല ബസ് എയിലേക്ക് ഒരു രജിസ്റ്റർ വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസ് ആയിട്ട് അത് നടന്നോളും. നമുക്കൊരു നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ രജിസ്റ്റർ ഫയലിലേക്കുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് എന്ത് വഴിയാണ്, ബസ് C ത്രൂ ആണ്. സോ നോക്കി, ഇവിടെ പഠിച്ച PC ആയിക്കോട്ടെ, രജിസ്റ്റർ ഫയൽ ആയിക്കോട്ടെ, അവിടെ നിന്ന് എന്താണ്, ബസ് C ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ബസ് സിയുടെ ഇൻപുട്ട് വാല്യൂസ് ആണ്, ബസ് C ആണ് ഇൻപുട്ട് വാല്യൂ ടു ദിസ് PC ആൻഡ് ദിസ് രജിസ്റ്റർ ഫയൽ. ഓക്കെ, ഇനി നമ്മളുടെ കോർ പോർഷൻ വന്നു, നമ്മളുടെ ALU അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് വന്നു. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇവിടെ നിന്നൊരു മൾട്ടിപ്ലക്സർ ഉണ്ട്. അതെന്താണ്, നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ ചൂസ് ചെയ്യണോ, അതോ നമ്മുടെ രജിസ്റ്റർ വാല്യൂ, നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് വാല്യൂ
രജിസ്റ്റർ ലൊക്കേഷൻസ് ആയിരിക്കും. ആ ലൊക്കേഷൻസിനെ ചൂസ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് രണ്ട് മീൻസ് ഒരു 2x1 മൾട്ടിപ്ലക്സർ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലക്സറിൽ ഒരെണ്ണം കണക്ട് ചെയ്തിരിക്കുന്നത് ബസ് എയുമായിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് ഈ മൾട്ടിപ്ലക്സറിൻ്റെ നെക്സ്റ്റ് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ 4 ആണ്. പിന്നെ നമുക്ക് മക്സിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതൊന്നെങ്കിൽ ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ 4 ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റർ ബസ് എയിലെ വാല്യൂ ആയിരിക്കാം. ഓക്കെ, സോ ബസ് എയുമായിട്ടും നമ്മളുടെ ഈ ഒരു കോൺസ്റ്റൻറ്റ് 4ഉമായിട്ടും ഉള്ള സെലക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ആര് യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്ലക്സറിനെ യൂസ് ചെയ്യുന്നത്. സോ ഇതിലേതെങ്കിലും ഒരു വാല്യൂ, അതായത് ബസ് എയിലുള്ള കണ്ടൻറ്റോ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ 4 ആയിരിക്കും എയുടെ ഇൻപുട്ടായിട്ട് നമ്മളുടെ മൾട്ടിപ്ലക്സറിലേക്ക് എത്തുക. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ എയിലും എന്തുണ്ട്, ഒരു ബി ഇൻപുട്ട് ഉണ്ട്. ആ ബി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബസ് ബിയിലുള്ള ഡേറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ബസ് എയുടെ കേസ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട് ആണെങ്കിൽ അതൊരു മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ടാണ്. ആ മൾട്ടിപ്ലക്സറിലേക്ക് നമ്മൾ ഒന്നെങ്കിലും ഒരു ബസ്സിൻ്റെ വാല്യൂ കൊടുക്കും, ബസ്സിൽ ഉള്ള ഡേറ്റ വാല്യൂ കൊടുക്കും, അല്ലെങ്കിൽ വി ആർ ട്രാൻസ്ഫറിങ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ 4 വിച്ച് ഈസ് ഓക്കെ. അപ്പോൾ എന്തായിരിക്കാം ഈ 4ൻ്റെ യൂസ് എന്ന് പറയുന്നത്? ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ 4 പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഡ്രസ്സിൽ നിന്ന് അടുത്ത അഡ്രസ്സിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ അഡ്രസ്സിന് വരുന്ന അപ്ഡേഷൻസ് ഇല്ലേ, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു 4 ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ആയിട്ടാണ് നമ്മുടെ മെമ്മറിയെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ മെമ്മറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റൻറ്റ് 4നെ നമ്മൾ റീറ്റെയിൻ ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഈ 4 വാല്യൂ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്രിമെൻറ്റ് അതർ അഡ്രസ്സസ് സച്ച് ആസ് ദ മെമ്മറി അഡ്രസ് ഇൻ ദ ലോഡ് മൾട്ടിപ്പിൾ ആൻഡ് സ്റ്റോർ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ പെർഫോം ചെയ്യുന്ന ലോഡ് ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ, സ്റ്റോർ ഇൻസ്ട്രക്ഷനകത്ത് ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ലൊക്കേഷനാണ് എനിക്ക് മെമ്മറിയിലിരിക്കുന്ന അഡ്രസ്സ് കിട്ടിയത്, എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് 1004ലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന വാല്യൂ, ഒരു വാല്യൂ 1000 വഴി വരും, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് 4 വരും. അതിനെ എന്ത് ചെയ്യും, ALUവിൽ വെച്ച് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, 1004 ആക്കി മാറ്റി ഞാൻ ആ ലൊക്കേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഇതിൽ അഡ്രസ്സിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അപ്ഡേഷൻസ് ഒക്കെ, മെമ്മറി അഡ്രസ്സിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അപ്ഡേഷൻസ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്ത് ത്രൂ ആണ്, ബൈ യൂസിങ് ദിസ് ALU. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അഡ്രസ് ബൈറ്റ് വാല്യൂസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദിസ് കോൺസ്റ്റൻറ്റ് 4. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഡേറ്റയെ +4 വെച്ച് ആഡ് ചെയ്യുകയല്ല ഉദ്ദേശിക്കുന്നത്, അഡ്രസ്സിന് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ബൈ യൂസിങ് ദിസ് ALU. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. PCയുടെ കേസ് പറഞ്ഞു, രജിസ്റ്റേഴ്സിൻ്റെ ഫയൽ കേസ് പറഞ്ഞു, ദെൻ നമ്മുടെ കയ്യിലൊരു ALU ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ കിട്ടുന്ന ഡേറ്റയും അഡ്രസ്സസും ഒക്കെ ഉണ്ടല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. മെമ്മറി അഡ്രസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, മെമ്മറി ഡേറ്റ രജിസ്റ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ മെമ്മറി അഡ്രസ് രജിസ്റ്ററിനകത്ത് എന്ത് കാണും, നമ്മുടെ PCയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടിയ അഡ്രസ്സ് ഉൾപ്പെടെ നമ്മളുടെ ഈ ഓപ്പറേഷൻസിന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാ മെമ്മറി അഡ്രസ്സുകളും എവിടെ കാണും, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ കാണും. ഓക്കെ, സോ ഈ അഡ്രസ് രജിസ്റ്ററിന് നമ്മൾക്കൊരു വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെമ്മറിയിൽ പോയിട്ട് ആ അഡ്രസ് ലൈൻ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും, നമ്മുടെ മെമ്മറി യൂണിറ്റിലേക്കായിരിക്കും. ഓക്കെ, അതറിയാമല്ലോ, നമ്മൾ ഓൾറെഡി സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ പഠിച്ചതാണ്. അപ്പോൾ ഒരു മെമ്മറി അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൻ്റെ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, എവിടെ നിന്നാണ് കിട്ടുക, നമുക്ക് നമ്മുടെ ബസ് സിയിൽ നിന്നാണ്. സോ സിയിൽ നിന്ന് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മളൊരു അഡ്രസ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് മെമ്മറിയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വി ആർ പാസിങ് ദോസ് അഡ്രസ് ലൈൻസ്, വി ആർ പാസിങ് ദോസ് അഡ്രസ് ഇൻഫർമേഷൻ ഇൻ ടു ദ മെമ്മറി നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, ഇനി മെമ്മറിയിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു മാപ്പിംഗ് ഉണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഡേറ്റ. ആ ഡേറ്റ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്ത് എങ്ങോട്ട് കൊണ്ടുപോകും, നമ്മുടെ മെമ്മറി ഡേറ്റ രജിസ്റ്ററിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഡേറ്റ രജിസ്റ്ററിൽ നിന്നുള്ള കണ്ടൻറ്റ് നമുക്ക് തിരിച്ചും എങ്ങോട്ടേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, വി ക്യാൻ സ്റ്റോർ ദ ഡേറ്റ ഇൻ ടു ദ മെമ്മറി. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഒരു ടു ആൻഡ് ഫ്രോ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണക്ഷൻ ലൈൻ കൊടുക്കുക. സോ മെമ്മറി ഡേറ്റ രജിസ്റ്ററിന് ടുവേർഡ്സ് MDR ഉണ്ട്, പിന്നെ ടുവേർഡ്സ് ദ മെമ്മറി ഉണ്ട് കണക്ഷൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. സോ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, മെമ്മറി അഡ്രസ് രജിസ്റ്ററിന് ഒരു ഔട്ടാണുള്ളത്. ആ മെമ്മറി അഡ്രസ് രജിസ്റ്റർ നമ്മുടെ മെമ്മറി മാപ്പിംഗ് കണ്ടുപിടിക്കും. ഇനി മെമ്മറി ഡേറ്റ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മറിയിലുള്ള ഡേറ്റ വാല്യൂസിനെ നമുക്ക് ഫെച്ച് ചെയ്യാനും മെമ്മറിയിലേക്ക് നമുക്ക് ഡേറ്റ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആണല്ലോ. ഇനി നമ്മൾ ഈ എടുക്കുന്ന ഡേറ്റ മെമ്മറിയിലേക്ക് കൊടുക്കുകയും എടുക്കുകയും മാത്രം ചെയ്താൽ പോരല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, ആ ഡേറ്റയ്ക്കകത്താണ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ആ ഡേറ്റയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലേ, വർക്ക് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റയെ നമ്മുടെ ALUവിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് നമുക്ക് അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡേറ്റയെ നമ്മുടെ ALUവിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം, ബസ്സിൻ്റെ ഹെൽപ്പ് വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഡേറ്റ രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ആർക്ക് കൊടുക്കണം, ഒന്നെങ്കിൽ ബസ് എയിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ബസ് ബിയിലേക്ക് കൊടുക്കണം. നമ്മുടെ ഒരു ഡേറ്റ നമുക്ക് ഒരേ സമയം തന്നെ നമുക്ക് ബസ് എയിലേക്കും കൊടുക്കാം, ബസ് ബിയിലേക്കും കൊടുക്കാം, ബിക്കോസ് വി ആർ ഹാവിങ് എ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മെമ്മറി ഡേറ്റ രജിസ്റ്റർ നമ്മുടെ ഡേറ്റ കണ്ടൻസ് നമ്മൾ 2 ബസ്സിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, ബസ് എയിലേക്കും ബസ് ബിയിലേക്കും. തെറ്റിപ്പോകരുത്. ഓക്കെ, ഇനി വരുന്ന മൂന്നാമത്തെ ആളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ,
നമ്മൾ പി സിയിൽ നിന്ന് മെമ്മറി അഡ്രസ്സ് എടുത്തു, ആ അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ എവിടെയാണ് വെക്കുക? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് വെക്കുക. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡീകോഡറിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഇൻസ്ട്രക്ഷൻ എന്താണ് മീൻ ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. സോ വി ആർ ഹാവിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ യൂണിറ്റ്. ആ ഡീകോഡ് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുന്നത് ആർക്കാണ്? നമ്മുടെ ബസ് എയിലേക്കാണ്. എന്തിലേക്ക് കൊടുക്കുന്നത്? ബസ് എയിലേക്ക്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഒരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വി ആർ ഹാവിങ് എ പ്രോഗ്രാം കൗണ്ടർ, ദെൻ നമുക്കൊരു രജിസ്റ്റർ കളക്ഷൻ ഉണ്ട്, വി ആർ ഹാവിങ് എ രജിസ്റ്റർ ഫയൽ. ഈ രജിസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ 2 ബസ്സസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. പിന്നെ നമ്മുടെ എലുവിൻ്റെ കേസിൽ മാത്രമാണ് ബസ് സിയിലേക്ക് ഒരു ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് ബാക്കി എല്ലാ സെഗ്മെൻറ്റിലോട്ടും ബസ് സിയിലേക്ക് നമ്മൾ ഇൻപുട്സ് കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ എലുവിൻ്റെ കേസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ബസ് സിയിലേക്ക് ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇനി അതുകൊണ്ട് ഈ എലുവിൻ്റെ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കും? ബസ് എയിൽ നിന്നുള്ളൊരു ഇൻപുട്ട് കൊടുക്കും, ബസ് ബി എന്നൊരു ഇൻപുട്ട് കൊടുക്കും. എയുടെ കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ എ ഇൻപുട്ട് ആണെങ്കിൽ ഒരു മക്സിൻ്റെ ഔട്ടാണ്. ആ മക്സിനക്ക് നമ്മൾ ഒന്നെങ്കിൽ ഒരു ഡയറക്റ്റ് വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു അഡ്രസ് വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അഡ്രസ് വാല്യൂ ആണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അപ്ഡേറ്റർ ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ 4 നമ്മൾ വെച്ച് അതിനെ മീൻസ് അരിത്തമാറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യും. ഓക്കെ, അതായത് ഒന്നെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ആൻഡ് സോ അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ ഡേറ്റയിലും ചെയ്യുന്നുണ്ട്, അഡ്രസ്സിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡേറ്റ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ബസ് സിയിൽ നിന്ന്. മെമ്മറി ഡേറ്റ രജിസ്റ്ററിലേക്കുള്ള ഇൻപുട്ട് എവിടെ നിന്നാണ്? ബസ് സിയിൽ നിന്ന്. മെമ്മറി ഡേറ്റ രജിസ്റ്ററിന് 2 ഔട്ട്പുട്ട്സ് ഉണ്ട്, അത് നമ്മൾ ബസ് എയിലേക്കും കൊടുക്കും, ബസ് ബിയിലേക്കും കൊടുക്കും. കാരണം ഡേറ്റയിലാണ് നമ്മൾ ഫുൾ ഓൺ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ബസ് സിയിൽ നിന്നാണ്. സോ ബസ് സിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്കാണ്. ആ ഡീകോഡ് ചെയ്ത ഇൻഫർമേഷൻ നമ്മുടെ ബസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ പെർഫോമിങ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ശരിക്കും എങ്ങനെയാണ് ഒരു നോർമൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൺട്രോൾ സീക്വൻസസ് എഴുതാൻ വേണ്ടി ചോദിക്കും. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേപോലെ സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന എക്സിക്യൂഷനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കൺട്രോൾ സീക്വൻസ് എന്താണെന്നും മൾട്ടിപ്പിൾ ബസ്സിലുള്ള കൺട്രോൾ സീക്വൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. സിംഗിൾ ബസ്സിൻ്റെ കേസിൽ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. ഇത് മൾട്ടിപ്പിൾ ബസ്സിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു 3 ഓപ്പറൻറ്റ് ഇൻസ്ട്രക്ഷനാണ് എടുത്തിരിക്കുന്നത്. ആ ഇൻസ്ട്രക്ഷൻ പറയുന്നത് എന്താണ്? ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുക. എന്തൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുക? R4ഉം R5ഉം ആഡ് ചെയ്യുക. ദെൻ എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോർ ഇറ്റ് ഇൻ ടു ദ രജിസ്റ്റർ R6. R4ഉം R5ഉം ആഡ് ചെയ്തിട്ട് വാല്യൂ നമ്മളെവിടെ സ്റ്റോർ ചെയ്യും? R6ലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ സീക്വൻസ് ആണ് നമ്മളിനി എഴുതേണ്ടത്. എക്സിക്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ സീക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് പറയണം. ഓക്കെ, സോ നമ്മുടെ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ പോലെ തന്നെ അത്രയും ഹെവി അല്ല, അല്ലെങ്കിൽ ലെങ്തി അല്ല. ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഇൻ ദ കേസ് ഓഫ് എ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്? പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. സോ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ ഔട്ട് ചെയ്തെടുത്തു. 1000 ആണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അഡ്രസ്സ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ഇൻസ്ട്രക്ഷനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ അഡ്രസ് ഇൻഫർമേഷൻ ഇപ്പോൾ എവിടെ ഇട്ടുണ്ട്? ബിയിലിരിക്കുക. അതും എങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അഡ്രസ് ഇൻഫർമേഷനെ നമ്മളുടെ ഏത് ബസ്സിലേക്ക് എത്തിക്കണം? സിയിലേക്ക് എത്തിക്കണം. ഇപ്പോൾ ബിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ സിയുമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ സിയിലേക്ക് ഒരു ഡേറ്റ കൊടുക്കാമെന്ന് പറഞ്ഞാൽ സിയിലേക്ക് ഔട്ട് വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണ്? നമ്മുടെ എലു മാത്രമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ അഡ്രസ് ഇൻഫർമേഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? എവിടേക്ക് എത്തിക്കണം? ബസ് സിയിലേക്ക് എത്തിക്കണം. ഈ ബസ് സിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ലൈനാണ്? നമ്മുടെ എലുവിൻ്റെ ബി ആണ്, ബി ഇൻപുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു 1000 എന്നുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പാസ് ഓൺ ചെയ്ത് ത്രൂ ബി നമ്മൾ എവിടെ എത്തും? നമ്മുടെ ആറിലേക്ക് എത്തിക്കും. അതായത് ആറിൻ്റെ വാല്യൂ, ഔട്ടിംഗ് വാല്യൂ എന്താക്കി മാറ്റുക? ബി ആക്കി കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത്? ബി ബസ്സിലുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തു? ആറിലേക്ക് എത്തിച്ചു. R = B എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഇൻപുട്ട് ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ആറിലേക്ക് ഏത് വാല്യൂ എത്തി? നമ്മുടെ അഡ്രസ് ഇൻഫർമേഷൻ എത്തി. ആൻഡ് വി ആർ ട്രാൻസ്ഫറിങ് ദിസ് ഡേറ്റ ടു ദിസ് ബസ് സി. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം അഡ്രസ്സ് 1000 എന്നുള്ള നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഇപ്പോൾ എവിടെയുണ്ട്? ബസ് സിയിൽ എത്തിക്കഴിഞ്ഞു. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
ഇതെന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ് ഇൻഫർമേഷനാണ്. അഡ്രസ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ അഡ്രസ്സ് അവിടെ ഉണ്ടോ, ഒരു മാപ്പിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻഫർമേഷൻ നമ്മൾ ആരുടേക്ക് കൊടുക്കണം, മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊടുക്കണം. ആരുടെ കയ്യിലേക്ക് കൊടുക്കണം, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ. അപ്പോൾ നോക്കിയേ, മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മൾ ആ ഡേറ്റ കൊടുത്തു. സോ 1000 എന്നുള്ള വാല്യൂ കൊടുത്തു. ആ 1000 എന്നുള്ള വാല്യൂവിൽ എന്തായിരിക്കുന്നത്, ആ ഒരു മെമ്മറി മാപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ അഡ്രസ് ലൈൻസ് നമ്മൾ നമ്മുടെ മെമ്മറിയിലേക്ക് പാസ് ഓൺ ചെയ്തു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത്രയും ഒരു മെമ്മറിയിലേക്ക് നമ്മൾ ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും വി ആർ പെർഫോമിങ് ആക്ച്വലി എ മെമ്മറി റീഡ് ഓപ്പറേഷൻ. ഒരു റീഡ് ഓപ്പറേഷൻ വഴിയല്ലേ നമുക്ക് ഡേറ്റ മാപ്പിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറിനെ ഉടനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കണം ടു ഫെച്ച് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം കൗണ്ടറിനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ എഴുതുന്ന പോലെ തന്നെ PC എടുത്ത് നമ്മൾ മക്സിൽ കൊണ്ടുവന്ന് അതിൻ്റെ വാല്യൂ 4 വെച്ച് ആഡ് ചെയ്ത് ഒന്നും കൊടുക്കണ്ട. സിംഗിൾ ബസ് പോലെ ഇവിടെ നമുക്ക് ഇൻക്രിമെൻറ്റർ എന്ന് പറയുന്നത് സർക്യൂട്ടറി മാത്രമായിട്ടുണ്ട്. ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് ആൻ ഇൻക്രിമെൻറ്റ് സർക്യൂട്ടറി. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻക്രിമെൻറ്റ് PC എന്നൊക്കെ പറഞ്ഞാൽ പോരെ, കാര്യം ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് സർക്യൂട്ടറി തന്നെ ഉണ്ട്. സോ നമ്മൾ എന്ത് കൊടുത്തു, ഇൻക്രിമെൻറ്റ് PC കൊടുത്തു. അപ്പോൾ നമുക്ക് PCയുടെ വാല്യൂ ഇപ്പോൾ അപ്ഡേറ്റ് ആയി. ദെൻ പ്രോഗ്രാം കൗണ്ടർ ഈസ് നൗ ഇറ്റ്സ് പോയിൻറ്റിംഗ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ് ടു ബി ഫെച്ച്ഡ്. ഓക്കെ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ ആക്ച്വലി 1000 എന്നുള്ള ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് മാത്രമാണ് ഇരിക്കുന്നത്. അതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റേജസിലേക്ക് പോകണം. അപ്പോൾ എപ്പോഴും ഒരു റീഡ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, വി ആർ വെയിറ്റിംഗ് ഫോർ ദറ്റ് ഫംഗ്ഷൻ ടു കംപ്ലീറ്റ്. വെയിറ്റ് ഫോർ ദ മെമ്മറി റീഡ് ഫംഗ്ഷൻ ടു കംപ്ലീറ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, റീഡ് ഓപ്പറേഷനാണ്. ആ റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നൗ വി ആർ വെയിറ്റിംഗ്. ഓക്കെ, അതായിരിക്കും സെക്കൻഡ് സൈക്കിളിൽ പറയാം. നമ്മൾ ശരിക്കും എങ്ങനെയാണോ നമ്മൾ സിംഗിൾ ബസ്സിൽ പഠിച്ചത് അതേപോലെ തന്നെ ഒരു റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളൊരു അക്നോളജ്മെൻറ്റ് പോലെ നമ്മളത് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഇനിയാണ് ശരിക്കും ചെയ്യുന്നത് എന്താ, ഇവിടെ ഒരു മാപ്പിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു മെമ്മറി ഡേറ്റ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. ഒരു അഡ്രസ് വാല്യൂ കിട്ടത്തില്ലേ, ആ അഡ്രസ് വാല്യൂ ഉള്ള കണ്ടന്റ് എടുത്തുകൊണ്ട് വരുന്നത് ആരായിരിക്കും, മെമ്മറി ഡേറ്റ രജിസ്റ്ററിൻ്റെ കയ്യിലായിരിക്കും അല്ലേ. സോ മെമ്മറി ഡേറ്റ രജിസ്റ്റർ എന്ത് ചെയ്തു, ആ വാല്യൂവിനെ ഔട്ട് ചെയ്തു. സോ മെമ്മറി ഡേറ്റ രജിസ്റ്ററിൻ്റെ കണ്ടന്റ് നമ്മൾ എടുത്തു. എന്നിട്ട് ആ ഡേറ്റ വാല്യൂസ് നമുക്ക് ആർക്ക് കൊടുക്കണം, ഇനി ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊടുക്കണം. ആരുടെ കയ്യിലേക്ക് കൊടുക്കണം, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ. സോ അഡ്രസ് രജിസ്റ്റർ ഒരു അഡ്രസ് ഇൻഫർമേഷൻ കൊടുത്തു, നമ്മുടെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തേക്കുന്നത് അവിടെയുള്ള കണ്ടന്റിനെ നമ്മൾ എന്തെടുത്തു, ആരുടെ കയ്യിലേക്ക് കൊടുത്തു, മെമ്മറി ഡേറ്റ രജിസ്റ്ററിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. ഈ ഒരു ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നത്, നമ്മളുടെ ഡേറ്റ രജിസ്റ്ററിൻ്റെ കയ്യിലിരിക്കുന്നത്. ആ ഡേറ്റ രജിസ്റ്ററിൻ്റെ ഇരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയിലേക്ക് കൊടുക്കണം, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബസ് C അല്ലേ. മെമ്മറി ഡേറ്റ രജിസ്റ്ററിന് കണക്ഷൻ ഉള്ളത് ആരുമായിട്ടാണ്, ബസ് A-യുമായിട്ടും ബസ് B-യുമായിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ IR-ലേക്ക് എത്തിക്കണം, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എത്തിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു മൾട്ടിപ്ലക്സർ ത്രൂ വേണം നമുക്ക് ബസ് C-യിലേക്ക് ഇതിനെ എത്തിക്കാം അല്ലേ. നമ്മൾ നേരത്തെ അഡ്രസ്സ് കൊടുത്തത് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ ഡേറ്റ രജിസ്റ്ററിലെ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തു, ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മളിതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട് ഡേറ്റ രജിസ്റ്ററിന്. ഒന്നെങ്കിൽ A-യിലോട്ട് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ B-യിലേക്ക് ഔട്ട് ചെയ്യാം. നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് C-യിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, ബസ് ഈ ഒരു B ബസ് ത്രൂ ആയിരിക്കും. കാര്യം B ബസ് ത്രൂ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇൻപുട്ട് കൊടുക്കുക. A ബസ് ത്രൂവും പറ്റും കേട്ടോ, അതായത് മക്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇൻസ്ട്രക്ഷൻ അത്രയും ലെങ്തിയാവും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ബസ് B ത്രൂ പോകുന്നതാണ് അല്ലേ. അപ്പോൾ ബസ് B എത്തി. ബസ് Bയിൽ ഇപ്പോൾ എന്തുണ്ട്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഈ ഒരു ആഡ് R4 R5 R6 എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മളുടെ ഇതിൻ്റെ ALUവിൻ്റെ ഔട്ടായിട്ട് സെറ്റ് ചെയ്തു. ദാറ്റ് ഇസ് R = B എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ആ അഡ്രസ് ഇൻഫർമേഷൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, ഔട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എവിടേക്ക് എത്തും, നമ്മളുടെ ബസ് C-യിലേക്ക് എത്തും അല്ലേ. സോ C ബസ്സിലേക്ക് എത്തി. ഇപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് നേരെ ആരുടെ കയ്യിലേക്ക് കൊടുക്കും, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ കയ്യിലുണ്ട്. അതിനെ നമുക്കിനി എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്ത് എന്താണ് ആ ഇൻസ്ട്രക്ഷൻ മീൻ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത് ആ ഓപ്പറൻസിനെല്ലാം ഫെച്ച് ചെയ്ത് എക്സിക്യൂഷൻ ചെയ്യണം. അത്രയെല്ലാം നമുക്കിനി ചെയ്യാനുള്ളൂ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊടുത്തു. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ അവിടെയുണ്ട്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ത് ചെയ്യും, ഡീകോഡർ എന്ത് ചെയ്യും, ഇത് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മളതിൻ്റെ ഔട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് നമ്മളിതിൻ്റെ ഇൻപുട്ട് കൊടുത്തു. ദാറ്റ് ഇസ് IR ഇൻ കൊടുത്തു. ഓക്കെ, R = B. ദെൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ അവിടെ ഡീകോഡഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ഇനി യൂസ് ചെയ്യുന്ന ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണോ അവരെ മെൻഷൻ ചെയ്യണം. ആണല്ലോ, ഡീകോഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഏത് ഇൻഫർമേഷൻ കിട്ടി, ഇവിടെ രജിസ്റ്റർ ഉണ്ട്. ഫസ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, R4. സെക്കൻഡ് രജിസ്റ്റർ ഉണ്ട് R5. ഇനി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററിൻ്റെ പേരെന്താണ്, R6. ഓക്കെ, ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ രജിസ്റ്റേഴ്സിനെ ഒരേ സമയം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമ്മുടെ രജിസ്റ്റർ ഫയലിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ ഹാവിങ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ രജിസ്റ്റർ ഫയലിൻ്റെ വാല്യൂവിനെ ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് 2
വാല്യൂസാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ആ 2 പേരെ നമുക്ക് എവിടെ എത്തിക്കണം? ALUവിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്തു? ഈ രജിസ്റ്റർ ഫയലിനകത്തു നിന്നുള്ള കണ്ടൻറ്റ്, ഇപ്പോൾ ഇതിനകത്ത് നിറച്ച് രജിസ്റ്റേഴ്സ് അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് രജിസ്റ്റർ R4നെ നമ്മൾ എന്ത് ചെയ്തു? എങ്ങോട്ട് ഔട്ട് ചെയ്തു? ബസ് എയിലേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ R4ലെ കണ്ടൻറ്റ് നമ്മളിവിടെ കൊടുത്തു ബസ് എയിലേക്ക്, അതായത് ബസ് എയിലേക്ക് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമേ, ഒന്നെങ്കിൽ ബസ് ബിയിലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബസ് എയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ R4ൻ്റെ ഔട്ട് ചെയ്തേക്കുന്ന ബസ് എയിലേക്കാണെന്ന് പറയുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? രണ്ടാമത്തെ ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? R5 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? R5നെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ബസ് ബിയിലേക്ക് കൊടുത്തു. സോ ബസ് എയും ബസ് ബി ഉണ്ടല്ലോ, ഈ ബസ് എയും ബസ് ബി നമുക്ക് ആഡ് ചെയ്യണം. സോ വി നീഡ് an ALU. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടേക്ക് നമ്മൾ വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മക്സിൽ സെലക്ഷൻ നടത്തും. അപ്പോൾ സെലക്ഷൻ നടത്തുന്നത് എന്താണ്? നമ്മൾ കൊടുത്തേക്കുന്ന മക്സിൽ എയുടെ കണ്ടൻറ്റ് വേണോ 4 വേണോ? നമുക്ക് വേണ്ട എന്താണ്? R4 ആണ്. R4 ഇരിക്കുന്നത് എന്താണ്? എ എന്നുള്ള ബസ്സിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് എ കൊടുക്കും. അപ്പോഴേക്കും നമ്മൾ എന്താണ്? ഇവിടുത്തെ സെലക്ഷൻ ത്രൂ ഏത് വാല്യൂ വരും? ഇവിടേക്ക് ഈ വാല്യൂ വരും. ബിയിലേക്ക് ഏത് വാല്യൂ വരും? നമ്മുടെ R5ൽ വാല്യൂ വരും. അത് നമ്മൾ പറയണ്ടല്ലോ, എയും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ALUവിൻ്റെ ഇൻപുട്സ് ആണ്. അവിടെ നമുക്ക് അതിൻ്റെ വാല്യൂസിനൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഈ വാല്യൂ ഇവിടേക്ക് ഓട്ടോമാറ്റിക്കലി എത്തും. ദെൻ ALU വിൽ പെർഫോം ദിസ് അരിത്തമാറ്റിക് ഓപ്പറേഷൻ അഡീഷൻ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതിൻ്റെ സം ചെയ്ത വാല്യൂ ആണ്. അതിനെ നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? R6 എന്നുള്ള രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ നമ്മൾ ഈ ആൻസറിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇങ്ങോട്ട് വീണ്ടും വരും. ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? R6ലേക്കാണ് അല്ലേ? സോ R6ലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്. സോ R6 ഇൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓപ്പറേഷൻ നമ്മൾ എൻഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ ഇതൊരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ആയിരുന്നെങ്കിൽ നമ്മളൊരു 12 സ്റ്റെപ്പോളം എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓപ്പറേഷൻ നമ്മളിവിടെ എന്ത് ചെയ്തു? 4 സ്റ്റെപ്പിനകത്ത് നമ്മൾ തീർത്തു. അതായത് നമുക്ക് ഈ രജിസ്റ്റർ വാല്യൂസിനെ എല്ലാം നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനും പറ്റും അല്ലേ? അപ്പോൾ അതാണ് ഒരു മൾട്ടിപ്പിൾ ബസ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വായിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബസ് എ ആൻഡ് ബസ് ബി ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ സോഴ്സ് ഓപ്പറാൻഡ്സ് ടു ALU. ALUവിൻ്റെ A ആൻഡ് B ഇൻപുട്സ് ആയിട്ടാണ് നമ്മൾ ബസ് എയും ബസ് ബിയും യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വെച്ചിട്ടാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏതാണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് R വാല്യൂവിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സാധാരണ Yയും Zയും രജിസ്റ്റർ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്ത് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ, ദാറ്റ് ഈസ് Rനെ മാത്രം നമ്മളിവിടെ കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് PC അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻക്രിമെൻറ്റ് PC എന്നങ്ങ് പറഞ്ഞാൽ മതി. ബിക്കോസ് വി ആർ ഹാവിങ് എ സെപ്പറേറ്റ് സർക്യൂട്ടറി ഫോർ ദാറ്റ്. നമ്മളുടെ ഒരു ഇൻക്രിമെൻ്ററി യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ PCയുടെ വാല്യൂവിനെ 4 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറേഷനകത്ത് നടക്കുന്ന അഡ്രസ്സിൻ്റെ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഇവിടെ ഒരു മൾട്ടിപ്ലക്സർ ഉണ്ട്. ആ ത്രൂ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ അഡ്രസ്സിൽ വരുന്ന ചേഞ്ചസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അവർ ഓരോ ഇൻസ്ട്രക്ഷൻസും എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റേജസിലും ചെയ്തേക്കുന്നതെന്ന് പറയുവാണ്. ഇവിടെ നമുക്ക് 4 ക്ലോക്ക് സൈക്കിൾസേ വേണ്ടി വന്നുള്ളൂ ഫോർ കംപ്ലീറ്റിംഗ് ദിസ് എൻറ്റയർ ഓപ്പറേഷൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ.